നമസ്കാരം. വലിയ വലിയ കോർപ്പറേഷനുകൾ അവരെങ്ങനെയാണ് വളരുന്നത്, ചിലപ്പോൾ ചെറുതാകുന്നത്, അല്ലെങ്കിൽ പുതിയ രൂപങ്ങളിലേക്ക് മാറുന്നത് എന്നൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന് പിന്നിലെ ചില തന്ത്രങ്ങളിലേക്കാണ് നമ്മളിന്ന് ഒന്ന് കണ്ണോടിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ കമ്പനികളുടെ എല്ലാം ഭീമാമായ വലിപ്പം മാറ്റിവെച്ചാൽ അവർക്കെല്ലാം കോമണായി ഒരു കഴിവുണ്ട്: കോർപ്പറേറ്റ് ലോകത്ത് എപ്പോ വേണമെങ്കിലും രൂപം മാറാനുള്ള കഴിവ്. അവരുടെ ഈ തന്ത്രങ്ങൾ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഈ മാറ്റങ്ങൾക്ക് പിന്നിലെ പ്രധാന ആശയം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം, അല്ലേ? മാനേജ്മെന്റ് ഗുരുവായിരുന്ന പീറ്റർ ഡ്രക്കർ പണ്ടേ പറഞ്ഞൊരു കാര്യമുണ്ട്: ഇന്നത്തെ ബിസിനസ് എന്ന് പറയുന്നത് എന്റേത് നിന്റേത് എന്ന ഉടമസ്ഥതയിലല്ല നിൽക്കുന്നത്, മറിച്ച് എങ്ങനെ തന്ത്രപരമായി പങ്കാളിത്തങ്ങൾ ഉണ്ടാക്കാം എന്നതിലാണ് കാര്യം. വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഒരു കമ്പനി അതിന്റെ ബിസിനസ് പ്ലാനിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു. എന്തിന്? ഒന്നുകിൽ മാർക്കറ്റിൽ ഒന്നുകൂടി പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ ലാഭമുണ്ടാക്കാൻ. ശരിക്കും സ്വന്തം രൂപമൊന്നും മിനുക്കിയെടുക്കുന്നതുപോലെ. ശരി, അപ്പോൾ നമുക്ക് കോർപ്പറേറ്റ് തന്ത്രങ്ങളിലെ ആദ്യത്തെ സെറ്റിലേക്ക് കിടക്കാം. ഇതെല്ലാം എങ്ങനെ പെട്ടെന്ന് വലുതാകാം, എങ്ങനെ വേഗത്തിൽ വളരാം എന്നതിനെക്കുറിച്ചാണ്. ചിലപ്പോൾ പതുക്കെയുള്ള വളർച്ച കമ്പനികൾക്ക് മതിയാവില്ല. അപ്പോൾ അവരൊരു എളുപ്പവഴി നോക്കും. അതാണ് ഈ M&A, അതായത് മെർജേഴ്സ് ആൻഡ് ആക്വിസിഷൻസ്. വളർച്ചയുടെ ഗോവണിയിലെ കുറേ പടികൾ ഒറ്റയടിക്ക് കയറിപ്പോകാൻ ഇത് സഹായിക്കും. ഈ സ്ലൈഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമ്മളെപ്പോഴും കേൾക്കുന്ന ഈ വാക്കുകളില്ലേ, മെർജർ, അക്വിസിഷൻ, അവ തമ്മിലുള്ള ചെറിയ എന്നാൽ വളരെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് കമ്പനികൾ ഇങ്ങനെ ലയിക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്? അതിന്റെ പിന്നിൽ കുറേ തന്ത്രപരമായ കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് സിനർജി എന്ന് പറയും. അതായത് ഒന്നും ചേർന്നാൽ രണ്ടല്ല, ചിലപ്പോൾ 3 or 4 ആകും എന്നൊരു കണക്ക്. വരുമാനം കൂട്ടാം, ചെലവ് കുറയ്ക്കാം. പിന്നെ പുതിയ ടെക്നോളജിയോ കഴിവുകളോ സ്വന്തമാക്കാൻ. ഫേസ്ബുക്ക്, വാട്സാപ്പിനെ വാങ്ങിയത് ഓർമ്മയില്ലേ? അതുപോലെ. പുതിയ മാർക്കറ്റുകളിലേക്ക് എത്താനും എതിരാളികളെ ഒറ്റയടിക്ക് മറികടക്കാനും ഇതൊരു സൂപ്പർ വഴിയാണ്. മാർക്കറ്റിലെ മത്സരം കുറച്ച് ആധിപത്യം ഉറപ്പിക്കാനും ഈ തന്ത്രം സഹായിക്കും. ഇതതിനൊരു കിടിലൻ ഉദാഹരണമാണ്. ഒരൊറ്റ ഏറ്റെടുക്കൽ കൊണ്ട് ഒരു ഇൻഡസ്ട്രി മുഴുവൻ എങ്ങനെ മാറ്റിമറിക്കാം എന്ന് സൊമാറ്റോ നമുക്ക് കാണിച്ചു തന്നു. പക്ഷേ എപ്പോഴും വലുതാവുന്നത് മാത്രമല്ല ശരിയായ തീരുമാനം. ചില സമയങ്ങളിൽ ഏറ്റവും സ്മാർട്ടായ നീക്കമെന്ന് പറയുന്നത് ചെറുതാവുന്നതും ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമാണ്. ഇതിനെ നമുക്കൊരു കോർപ്പറേറ്റ് ഡിവോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു വലിയ കമ്പനിയുടെ പല ഭാഗങ്ങളെ വേർപിരിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. ജിയോ ഫിനാൻഷ്യൽ സർവീസസിന്റെ ഈ ഡീമേർജർ ഒരു പെർഫെക്റ്റ് ഉദാഹരണമാണ്. ഒരൊറ്റ ബിസിനസ്സിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു പുതിയ കമ്പനിയുണ്ടാക്കി ഷെയർ ഹോൾഡേഴ്സിനെ എങ്ങനെ കൂടുതൽ മൂല്യമുണ്ടാക്കി കൊടുക്കാമെന്ന് റിലയൻസ് ഇതിലൂടെ കാണിച്ചു തന്നു. അപ്പോൾ ഇവിടത്തെ പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഷെയറുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നതാണ്. ഒരു സ്പിൻ ഓഫിൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും പുതിയ കമ്പനിയുടെ ഷെയറുകൾ കിട്ടും. എന്നാൽ സ്പ്ലിറ്റ് ഓഫിൽ പഴയ ഷെയറുകൾക്ക് പകരം പുതിയ ഷെയറുകൾ വേണോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. എല്ലാ പുനഃസംഘടനയിലും മറ്റൊരു കമ്പനി ഉൾപ്പെടണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കമ്പനിയുടെ ഉള്ളിൽ തന്നെയാണ് നടക്കുന്നത്. ഇത് ഒരു കമ്പനി അതിന്റെ ഫിനാൻഷ്യൽ എൻജിൻ ഒന്ന് ട്യൂൺ ചെയ്യുന്നത് പോലെയാണ്. പുറത്തുനിന്ന് ആരെയും കൂട്ടാതെ ഉള്ളിലുള്ള കാര്യങ്ങൾ ശരിയാക്കി പ്രകടനം മെച്ചപ്പെടുത്തുക. ഒരു ഷെയർ ബൈബാക്ക് എന്ന് കേട്ടിട്ടില്ലേ? കമ്പനി അതിന്റെ സ്വന്തം ഷെയറുകൾ മാർക്കറ്റിൽ നിന്ന് തിരികെ വാങ്ങുന്ന പരിപാടിയാണിത്. ഇങ്ങനെ ചെയ്യുമ്പോൾ വിപണിയിലുള്ള ഷെയറുകളുടെ എണ്ണം കുറയും. ഇത് ഓരോ ഷെയറിന്റെയും വില കൂടാൻ സഹായിക്കും. മാത്രമല്ല, കമ്പനിയുടെ ഭാവിയിൽ മാനേജ്മെന്റിന് നല്ല ആത്മവിശ്വാസമുണ്ട് എന്നതിന്റെ ഒരു സിഗ്നൽ കൂടിയാണിത്. അപ്പോ നമ്മൾ ഈ തന്ത്രങ്ങളൊക്കെ കണ്ടു. പക്ഷേ ഇതൊക്കെ നമ്മളെ, അതായത് സാധാരണക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത്? എന്താണിതിൻ്റെയൊക്കെ ഒരു ആഘാതം? ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും വെറും ബിസിനസ് വാർത്തകളല്ല. ഒരു ലയനം നടന്നാൽ ചിലപ്പോൾ മാർക്കറ്റിലെ മത്സരം കുറയാം, വില കൂടാം. ഒരു ഡീമർജർ നടന്നാൽ ഒരു പുതിയ അടിപൊളി കമ്പനിയുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങൾ നാളെ നിക്ഷേപിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോകുന്ന ഒരു കമ്പനി. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കളിയുടെ നിയമങ്ങളൊക്കെ ഏകദേശം മനസ്സിലായില്ലേ? ഇനി വാർത്തകൾ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അടുത്തതായി രൂപം മാറാൻ പോകുന്ന വലിയ കമ്പനി ഒരുപക്ഷെ നിങ്ങൾ എന്നും ഇടപഴകുന്ന ഒന്നുതന്നെയാവാം. ഈ വിശകലനം കണ്ടതിന് നന്ദി. വീണ്ടും കാണാം.